എൻ്റെ യാത്രകൾ ടീമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ചക്രാമുടിയിലേക്കാണ്. നമ്മൾ ഹൈക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു 7200 ഫീറ്റാണ്. അത് ഏകദേശം മീശപ്പുലിമലയോടോ ഇല്ലെങ്കിൽ കൊളുക്കുമലയോടോ ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഉയരമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ഗ്യാപ്പ് റോഡിൻ്റെ സൈഡിലാണ്. അതായത് നമ്മുടെ ഒരു ടോൾ പാസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഈ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഓഫീസും ഒക്കെ ഉള്ളത്. സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ കയറാൻ തുടങ്ങി. നമ്മൾ വന്നപ്പോൾ ഒരു 6-6:15 ആൾക്ക് 400 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് നമുക്ക് ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഇവർ ഫ്രീ ആയിട്ട് തരും. ഒരു സൈഡെന്ന് പറയുന്നത് ഒരു 3-3.5 കിലോമീറ്ററാണ്. ഗൈഡിൻ്റെ സേവനമുണ്ട്. നമ്മൾ ഫസ്റ്റ് സെറ്റ് ആൾക്കാർ പോകുന്ന 5:30, പിന്നെ 9, പിന്നെ 12 അങ്ങനെ ആ സമയത്ത് ഗൈഡുണ്ട്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി വീഡിയോ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ലേറ്റ് ആക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ മല കയറുവാണ്. സൂര്യൻ പതുക്കെ ഉദിച്ചു വരുന്നുണ്ട്. ഇച്ചിരി മേഘം ഉണ്ടാകുകൊണ്ട് ഒരു പക്ഷേ സൂര്യൻ പുറത്തേക്ക് വരാൻ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. താഴെ നല്ല ക്ലൗഡ് ബെഡൊക്കെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് മീശപ്പുലിമല കയറുന്ന പോലെ അത്ര പ്രശ്നമില്ല, പക്ഷേ ട്രെക്കിങ് ഹാർഡ് തന്നെയാണ്. കയറി ഇറങ്ങി പോവാം. അത്യാവശ്യം നല്ല കിടു കയറ്റമാണ്. ഇച്ചിരി ആരോഗ്യമൊക്കെ ഇല്ലെങ്കിലും പ്രശ്നമാണ്. എന്തായാലും വലിഞ്ഞ് കയറുക തന്നെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള മലകളെങ്കിലും കയറി തീർക്കണമല്ലോ. എവറസ്റ്റൊന്നും പോകാനുള്ള കപ്പാസിറ്റി നമുക്കില്ലല്ലോ. അപ്പോൾ സൂര്യൻ ഉദിച്ചു. കിടൽ സൂര്യനാണ്. വലിയ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സൂര്യനെ കറക്റ്റായിട്ട് കാണാം. ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന നോക്കി നല്ല പാറയ്ക്കൂടെ തന്നെ വേണം നമുക്ക് കയറിപ്പോകാൻ. ചെറിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു നടപടിയും ഉണ്ടാവില്ല. അപ്പം ശ്രദ്ധിച്ച് കയറി പോകണം. ഇപ്പം നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഇങ്ങനെ മാർക്കിങ് കാണാം 5. എനിക്ക് തോന്നുന്നു ഇതൊരു കുരിശിൻ്റെ വഴിയുടെ മാർക്കിങ് ആണ്. 5-ാം സ്ഥലമാണെന്ന് തോന്നിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നോക്കിയാൽ കാണാം പല സ്ഥലങ്ങളിലും ഇങ്ങനെ റിബണുകൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ആൾക്കാർക്ക് വഴി തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കണ്ണൻ ദേവൻ കുന്നുകളിലെ പൊൻവയലും മേഘശകലവും തേനരുവിയും. വല്ലാത്തൊരു ഫീൽ തന്നെ. പൊൻവയൽ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് പൊൻവയൽ തന്നെ. ഇപ്പോൾ ആ മലയുടെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് തേയില നാമ്പുകളിൽ പൊൻവയൽ അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. തിളങ്ങി നിൽക്കുന്ന മലകൾ. ഈ സൂര്യൻ ഉദിച്ച് വരുമ്പം ഹിമാലയമൊക്കെ, അതായത് കൈലാസം ഒക്കെ സ്വർണ്ണം കളർ നിൽക്കുന്ന പല വീഡിയോസും ഫോട്ടോസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ചക്രാമുടി കയറുമ്പോൾ അപ്പുറത്തെ മല സ്വർണ്ണം നിറച്ച് നിൽക്കുവാണ്. ഇത് ഭംഗിയല്ല കാണാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ മേലുകാവലയുടെ കുരിശിൻ്റെ കൂടെയായിരുന്നു. അതങ്ങ് ഇല്ലിക്കലിൻ്റെ മുകളിലായിരുന്നു. ഇപ്പം നമ്മൾ ചക്രാമുടിയുടെ മുകളിൽ മറ്റൊരു കുരിശിൻ്റെ കൂടെയാണ്. ഞങ്ങളുടെ ഒരു പ്രദേശ താഴ്ന്ന സ്ഥലം എണ്ണി വന്നപ്പോൾ 14-ാം സ്ഥലമാകുമ്പോൾ ചക്രാമുടിയുടെ മുകളിലെത്തുന്നുള്ളായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി 14-ാം സ്ഥലം എത്തി. കുരിശ് കണ്ടിട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അത്രയും തന്നെ മുകളിലേക്ക് കയറണം. അത് നമ്മളൊന്ന് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലേക്ക് കയറണം. ഇതുവരെ വന്ന പോലെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി കൂടെ ഭീകരാവസ്ഥയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും ഇവിടം വരെ വന്നാണ്, നമ്മൾ കിടക്കാതെ പോകില്ല, കയറി നോക്കാം. ഇതുവരെ വന്ന ടെറൈനല്ല, ഇപ്പം ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ നടക്കുന്നത്. ഒരു കാരണവശാലും വഴി തെറ്റി പോകില്ല, ഇടയ്ക്കിടയ്ക്കുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കുറ്റിക്കാട് തീർന്നെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും പുറം ലോകത്തെത്തി. കരിവേലായിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഞാൻ 2 വരയാടിനെ കണ്ടു. പക്ഷേ ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്കും വരയാടിൻ്റെ വീട്ടിൽ ചെന്നു, കിട്ടിയില്ല. ഞങ്ങളങ്ങനെ മുകളിലെത്തി. ഇത് കയറുന്നതോടെ ചക്രാമുടി കീഴടക്കി അത്യാവശ്യം നല്ലപോലെ മടുത്തിട്ടുണ്ട്. എൻ്റെ കർത്താവേ, തീർന്നില്ലേ പണ്ടാരം. ഇനിയും പോകണോ? ശരി, വല്ലാത്തൊരു ചെയ്തായിപ്പോയി. ഇത് തീരുന്ന ലക്ഷണമില്ല. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചാണ് മുകളിലേക്ക് കയറി വന്നത്. പക്ഷേ കഴിഞ്ഞില്ല. അടുത്ത മലയുടെ മുകളിലേക്ക് ഞങ്ങൾ കയറുവാണ്. ഇതോടെ തീരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർന്നില്ലെങ്കിലും തീർന്നാലും ഞങ്ങൾ പരിപാടി ഇവിടെ വെച്ച് നിർത്തും. കാരണം ഓൾറെഡി ടയർഡായി. സൂര്യൻ നട്ടുച്ചിലെത്തി നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട്. തണലുള്ളിടത്ത് നല്ല തണുപ്പുമാണ്. കാല് തെറ്റിയ കൊക്കയിലാണ്. താഴത്തേക്ക് നോക്കിയാൽ പേടിയാവും. ശ്രദ്ധിച്ച് വേണം നമ്മൾ കയറി വരാൻ. കയറാൻ ഇച്ചിരി പാടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1-2 തവണ ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ കയറുന്നില്ല. ഏറ്റവും പേടിയാവും. നല്ല കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. കിടിലം വ്യൂ ആണ്.
360 വ്യൂ നമുക്ക് കിട്ടും. ഈ കാണുന്ന ആനമുടിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പീക്കാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് പാറയിൽ ഇരുന്നിട്ടാണ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പം താഴെ കിടക്കും. അങ്ങനെ മറ്റൊരു മലയും കൂടെ ഞങ്ങൾ കീഴടക്കി. ചക്രാമുടി 7200 അടി വരെ ഞങ്ങൾ എത്തി. ഞങ്ങളുടെ സാഹസികമായ മടക്കയാത്രയാണ്. ഒരുപക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന അതേ ചലഞ്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് സംശയമാണ്. കാരണം വീഡിയോയിൽ പറയാൻ പറ്റില്ല. എല്ലാ മലകളും കയറുമ്പോൾ ഇറങ്ങുന്നതിനെക്കുറിച്ചും കൂടെ നമ്മൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കയറിയ മലകളെല്ലാം ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇരുന്ന് ഇറങ്ങി പോകേണ്ടി വരും. താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഇപ്പോൾ ഹൈറ്റ് പേടിയുള്ളവരാണെങ്കിൽ കയറുമ്പോൾ അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇറങ്ങുമ്പം ഹൈറ്റ് പേടിയുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചക്രാമുടി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു ട്രക്കിംഗ് ആയിരുന്നു. ഇച്ചിരി ഹാർഡ് ടൈപ്പ് ഓഫ് ട്രക്കിംഗ് ആണ്. ഇച്ചിരി ഫിറ്റായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ഇച്ചിരി സമയം എടുക്കുന്ന ട്രക്കിംഗ് ആണ്. എന്തായാലും നല്ല കിടിലൻ ട്രക്കിംഗ് ആയിരുന്നു. ഇതോടുകൂടി ചക്രാമുടി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം എൻ്റെ യാത്രകൾ ടീം.